ഹലോ നമസ്കാരം, വെൽക്കം ടു ഫ്ലോർ കളക്ഷൻസ്. ഞങ്ങളുടെ ഹോം ടൂർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളിപ്പോൾ ഉള്ളത് ഒറ്റപ്പാലത്ത് മനശ്ശേരിയിൽ നമ്മൾ ജയപ്രകാശ് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു കസ്റ്റമറാണ്, നമ്മുടെ പ്രീമിയം ക്ലയൻ്റാണ്. സാറിൻ്റെ വീട്ടിലാണ്. നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലം, അപ്പുറത്ത് പാടാണ്, കാറ്റടിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു തണുപ്പുള്ള കാറ്റ്, അടിപൊളി ലൊക്കേഷൻ. ഒന്നും പറയാമല്ലോ, ലൊക്കേഷൻ 100 out of 100 ആണ്. അപ്പോൾ നമുക്ക് ഈ വീട് ജസ്റ്റ് നമുക്കൊന്ന് നടന്ന് പരിചയപ്പെടാം. ഇത് നമ്മുടെ ലാമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിൻ്റെ ക്ലേയിലുള്ള ചെറിയ സ്ട്രിപ്സാണ്. അത് ശരിക്കും ഷോറൂമിൽ അത് ഇരിക്കുന്നത് കാണുമ്പോൾ എന്താ പറയുക, ഒന്നുമില്ല, ഷോറൂമിൽ ചെറിയൊരു ഏരിയയിൽ അങ്ങനെ ഡിസ്പ്ലേയിൽ അങ്ങനെ ഇരിക്കണം. പക്ഷെ അതൊരു ആർക്കിടെക്റ്റിൻ്റെ കോൺസെപ്റ്റിൽ അവരുടെ വീടിൻ്റെ എലിവേഷനിൽ കറക്റ്റ് സ്ഥലത്ത് അത് വന്നപ്പോൾ ഇതൊരു ഷോവാൾ പോലെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് വന്നപ്പോൾ വീടിൻ്റെ ആംബിയൻസ് ടോട്ടലി മാറിപ്പോയി. ഓക്കെ, ഇത് നമ്മുടെ പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് ഈ വീട്ടിൽ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത പ്രൊഡക്റ്റുമായിട്ട് അവരുടെ വീടിനെ എങ്ങനെയാണ് മനോഹരമാക്കിയിരിക്കുന്നത്, അവരുടെ വീട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സൗന്ദര്യം എന്താണെന്ന് നമുക്ക് കാണാം. വരും. ഇത് സിറ്റ് ഔട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവരുടെ വാളിലുള്ള സിറ്റ് ഔട്ടിൻ്റെ വാളിൽ ശീഷം മഹാഗണി എന്ന് പറഞ്ഞിട്ടുള്ള കജാരിയുടെ ഒരു ബ്രാൻഡാണ്. ശരിക്കും അവരുടെ വാളിന് ഒരു വുഡൻ ഫിനിഷ് ശരിക്കും കൊടുക്കും. കറക്റ്റ് ഒരു വുഡൻ ഫിനിഷാണ്. നമുക്കിത് ശരിക്കും ടൈലാന്നുള്ളത് പറയേയില്ല, കറക്റ്റ് വുഡൻ ഫിനിഷാണ്. ഇപ്പോൾ അവർ റൂഫിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റൂഫിലും വുഡാണ് ഇട്ടിരിക്കുക. അത് പക്ക തേക്കാണെന്നാണ് പറഞ്ഞത്. തേക്ക് തന്നെയാണ് കേട്ടോ ഫുള്ള് വീടിൻ്റെ എല്ലാ ഭാഗത്തും, കുറേ ഉൾഭാഗത്തൊക്കെ തേക്കാണ്. ഇത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കജാരിയുടെ മറിയ സിൽവർ എന്ന് പറഞ്ഞ പിന്നെ പ്രൊഡക്റ്റാണ്. ഇത് 160/80 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇൻറ്റീരിയറിനൊക്കെ വളരെ ക്ലാസിക് ആയിട്ട് ലുക്ക് കൊടുക്കുന്ന ഒരു ടൈലാണ്. ഇതൊരു പക്ക മാർബിൾ ഫിനിഷാണ്. ഇതിൻ്റെ ഈ ടൈൽസിനകത്ത് കാണുന്ന ആ വെയിൻസും അതിൻ്റെ പാറ്റേണും ഒക്കെ ഇത് കണ്ട മാർബിൾ അല്ല എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ടച്ചും ഡിസൈനും ഒക്കെ ഉള്ളതാണ്. വീടിൻ്റെ റൂഫിലും എഗെയിൻ നമ്മൾ വുഡാണുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ലിവിങ് റൂമിൽ നിന്ന് നമുക്ക് ഡൈനിങ് ഹാളിലേക്കും അതുപോലെ കിച്ചൺ, ബാത്റൂം, അങ്ങനത്തെ നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകാം. ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ സെയിം പാറ്റേണിൻ്റെ സെയിം ടൈൽ തന്നെയാണ്. അത് കണ്ടിന്യൂസ് ഡിസൈനാണ്. ഇത് അവരുടെ കിച്ചണാണ്. കിച്ചണിൽ ഇത് കജാരിയുടെ പ്രൊഡക്റ്റാണ്, ടൈൽസാണ്. ഇത് കിച്ചണിൽ അവർ ഇട്ടിരിക്കുന്നത്. ഇത് കാർവിങ് ഡിസൈനാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചെറിയ കിളക്കമുള്ളത് പോലെ ഫീൽ ചെയ്യും. അപ്പം ഇതിൻ്റെ ഫിനിഷും ഒരു മാറ്റല്ല, നമുക്കൊരു മാർബിൾ ടച്ച് പോലത്തെ ഒരു ഫിനിഷാണ് വരുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ ചുമരിലും ഇട്ടിരിക്കുന്നത് കജാരിയുടെ തന്നെ കോൺക്രീറ്റ് ഡിസൈൻ വരുന്നൊരു പ്രൊഡക്റ്റാണ്. ഇവിടെ അവർ വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിലും അവർ സെയിം ഡിസൈൻ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് വരാം. ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൈനിങ് ഹാളിലും സെയിം കണ്ടിന്യൂസ് ഡിസൈൻ തന്നെയാണ് ഉള്ളത്. ഇവിടെ നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ വന്നിട്ട് കജാരിയുടെ തന്നെ കെറോവിറ്റ് എന്ന് പറഞ്ഞൊരു സാനിറ്ററി വെയർ ബ്രാൻഡാണ്. ആ ബ്രാൻഡഡ് ആയിട്ടുള്ള പിന്നെ വാഷ് ബേസിനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കജാരിയുടെ തന്നെ വുഡൻ സ്ട്രിപ്സ്, നമ്മളവിടെ സിറ്റ് ഔട്ടിലുള്ള വുഡൻ സ്ട്രിപ്പിൻ്റെ ഒരു ഡിസൈൻ തന്നെ, ശേഷം മഹാഗണി ആ ഡിസൈൻ തന്നെയാണ് ഇവിടെയും വെച്ചിട്ടുള്ളത്. നമ്മളിനി ബാത്റൂമിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈൽസും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും നമുക്ക് നോക്കാം. ബാത്റൂമിൽ നമ്മൾ കജാരിയുടെ തന്നെ എറ്റേണിറ്റിയിലുള്ള പ്രീമിയം സീരീസിൻ്റെ ഒരു ആഷ് കളർ ഡിസൈൻസാണ് അവർ ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ക്ലോസറ്റ് നമ്മുടെ കെറോവിറ്റിൻ്റെ 1 പീസാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല റെയിൻ ഷവറാണ് കേട്ടോ. കെറോവിറ്റിൻ്റെ തന്നെ നല്ല റെയിൻ ഷവറാണ്. ഇത് നമ്മൾ കുളിക്കുമ്പോൾ ഒരു മഴ കൊള്ളുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. ശരിക്കും ഉണ്ട് കേട്ടോ. ഞാനത് നമ്മളൊക്കെ പേഴ്സണലി യൂസ് ചെയ്യുമ്പോഴും റെയിൻ ഷവർ വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഹെഡ് ഷവർ പോലെ അല്ല, റെയിൻ ഷവർ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ വീട് ശരിക്കും പറഞ്ഞാൽ ടൈൽസ് എങ്ങനെയാണ് ലേ ചെയ്തിരിക്കുന്നത് എന്ന് കവർ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഈ വുഡിൻ്റെ യൂണി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ സുമേഷ് വുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പാലത്ത് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ദീർഘകാലത്തെ പാരമ്പര്യമുള്ളൊരു സ്ഥാപനമാണ്. അവർ വുഡിൻ്റെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇത് തേക്കാണ്, പക്ക തേക്കാണ്. ആ തേക്കാണ് എന്നുള്ളതും എനിക്കൊരു ഭയങ്കര കൗതുകമായി. അപ്പം കാരണം എന്താ വെച്ചാൽ നല്ല തേക്ക് കിട്ടുക, അത് നല്ല ഫിനിഷിങ്ങിൽ ഇതിങ്ങനെ ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്കാണ്. ഇതവർ ചെയ്തിരിക്കുന്നത് നല്ല രസകരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിയിൽ ഒരു സ്റ്റീലിൻ്റെ സ്ട്രക്ചർ വെച്ച് ആ സ്ട്രക്ചറിൽ നിന്ന് ചെറിയൊരു ലെഗ് പോയി അതിനൊരു ഫൂട്ടിങ് വെച്ച് ആ ഫൂട്ടിങ്ങിൻ്റെ മേലെയാണ് അവർ തേക്കിൻ്റെ സ്റ്റെപ്സ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. തേക്ക് പിന്നെ അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഇതും അതുപോലെ തന്നെ നമ്മുടെ പണ്ട് പരമ്പരാഗതമായി കുറേ എൻ്റെ പഴയ വീടുകളിലൊക്കെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട് ഇതുപോലെ വുഡും അതുപോലെ സ്റ്റീലും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു രീതിയിൽ. ഇപ്പം ഇത് കുറേ കാലത്തിന് ശേഷം ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അതാണ് എനിക്ക് ആ കൗതുകം തോന്നിയത്. നല്ല രസമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റെപ്സ് കയറി മേലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ
ഒരു 4x2 സൈസുള്ള ടൈലാണ് അവർ വിരിച്ചിട്ടുള്ളത്. ഇത് സിമേറോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ടൈലാണ്. ഒരു ഗ്രേ കളർ ടോണാണ് ഈ ടൈൽസിനുള്ളത്. ഇതൊരു ഇറ്റാലിയൻ മാർബിൾ ടച്ച് വരുന്ന ഒരു ഡിസൈനാണ്. അപ്പം വീടിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ പ്രൗഡി ഫീൽ ചെയ്യിക്കുന്ന ഒരു ഡിസൈനാണ്. നമുക്കിവിടെ സെക്കൻഡ് ഒരു എന്താ പറയുക, നല്ല പുറത്തേക്ക് ഈ പാടത്തേക്കൊക്കെ നല്ല വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു നല്ല അടിപൊളി ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മുടെ പാടമൊക്കെ കാണാം, പാടവും അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ കാണാം. ഇവിടെയും ഒരു സിമേറോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 4x2 സൈസിലുള്ള ടൈലാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഇറ്റാലിയൻ മാർബിൾ ടച്ചുള്ള ഒരു ഡിസൈനാണ്. ഇത് ശരിക്കും ഒരു ഗ്രേ കളറിൻ്റെ ഒരു ടോണാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കജാരിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ടൈലാണ്. നമുക്ക് ജയപ്രകാശ് സാറിൻ്റെ കുടുംബത്തിനോട് നമ്മളെ പറ്റിയുള്ള അഭിപ്രായം നമുക്ക് ചോദിക്കാം. നമ്മൾ മാത്രം നമ്മളെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണ് അവർക്കും കൂടെ പറയാനുള്ളത്? ഈ വീടെന്ന് പറയുന്ന അവരുടെ സ്വപ്നത്തെ അവരെങ്ങനെയാണ്, എന്താണ് അവർക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? നമുക്ക് ഈ കുടുംബത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് നമ്മളോട് നമ്മുടെ ഒരു ഫീഡ്ബാക്കും ഒപ്പം തന്നെ അവരുടെ വീടെന്ന് പറയുന്ന സമയത്ത് അവരുടെ ഒരു സ്വപ്നമൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജയപ്രകാശ് സാറിൻ്റെ മകള് നമ്മുടെ കൂടെ ഉണ്ട്. ആദ്യമായിട്ട് എന്താണ് മോളുടെ പേര്? എൻ്റെ പേര് കൃഷ്ണ. കൃഷ്ണ, ഓക്കെ. എന്താ മോള് ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കണം. എവിടെ? തേർഡ് ഇയർ എഞ്ചിനീയറിംഗ് പഠിക്കുക. നമ്മുടെ ഫീൽഡാണ്. ഏതാണ് എഞ്ചിനീയറിംഗ്? ഏതാണ്? സൈബർ സെക്യൂരിറ്റി. ഞാൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ഫൈൻ, ഓക്കെ. എവിടെ പഠിക്കുന്നത്? ഏത് കോളേജാണ്? നെഹ്റുവിലാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്കിതിനെ പറ്റി കുറച്ചുകൂടി ഒരു ഹോണസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായിരുന്നു വീട് പണിയുന്ന സമയത്ത്, ഇപ്പോൾ അച്ഛനും അമ്മയും കൂടിയൊക്കെ വീടിനെ പറ്റിയൊക്കെ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ മോളുടെ ഒരു സ്വപ്നം എങ്ങനെയാണ് മോള് പറഞ്ഞത്? വീട് പണിയുന്ന ടൈമിൽ പറയുമ്പോൾ ഇപ്പം നമുക്ക് അച്ഛന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ട്രഡീഷണൽ ഹോം വേണ്ട, കുറച്ചുകൂടെ ന്യൂ മോഡേൺ വേണം എന്നായിരുന്നു. ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടെ ട്രഡീഷണൽ വീട് വേണം. പിന്നെ നമ്മുടെ ഐഡിയാസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വീട് കുറച്ച് മോഡേൺ സ്റ്റൈലാണെങ്കിൽ കൂടെ ഇന്റീരിയറിൽ നമ്മൾ കൂടുതലായിട്ട് കുറച്ച് ട്രഡീഷണൽ ടച്ച് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ എലിവേഷനിലൊക്കെ ഒരു ട്രഡീഷണൽ ടച്ച് പരമാവധി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. മിക്സ് ആയിട്ടാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു വീട് വെക്കുകയാണെങ്കിലും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും വെക്കുക? എന്താണ് ഒരു അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറുന്നതിനനുസരിച്ചിട്ട് പുതിയ ടെക്നോളജീസ് മാറും, നമ്മുടെ ടേസ്റ്റ് മാറും, പ്രിഫറൻസസ് മാറും. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ഒരു എന്താ തോട്ടാണ് പറഞ്ഞത്. ഫൈൻ. എല്ലാവരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി കൂടിയാണ് പറഞ്ഞത്. നമ്മൾ ജെൻസെഡ് എന്ന് കേൾക്കുമ്പോൾ ജെൻസെഡ് അല്ലല്ലോ ജെൻസി എന്ന് കേൾക്കുമ്പോഴാണ് അത് കുറച്ചുകൂടെ നമുക്ക് റെലവൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാം. ഇനി എന്തായിരുന്നു ഫ്ലോർ കളക്ഷൻസിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള കുറച്ച് ടൈൽ ഷോപ്പുകളിലൊന്നാണ് ഫ്ലോർ കളക്ഷൻസ്. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണി ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ടൈൽസ് ഒക്കെ നിയർ ബൈ ഷോപ്പുകളിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് അങ്ങനെ ഫ്ലോർ കളക്ഷനിലെത്തി. അപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ടൈലൊന്ന് നോക്കാം എന്നുള്ള മൈൻഡിൽ പോയതാണ്. പിന്നെ കളക്ഷൻസ് ഒക്കെ നല്ല കളക്ഷൻസ് ആണ്. പിന്നെ കസ്റ്റമർ സർവീസും നല്ലതാണ്. പിന്നെ ഇപ്പോൾ മുന്നേ ചെയ്തിട്ടുള്ള വർക്ക്സ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നി കുറച്ച് റെലവൻ്റ് ആയിട്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ആദ്യം നമ്മുടെ ഐഡിയാസ് ഒക്കെ ഒന്ന് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പിന്നെ ഫ്യൂച്ചറിൽ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് ഓരോ സ്റ്റേജിൽ നമ്മൾ കുറച്ച് ടൈൽസ് ഒക്കെ ചൂസ് ചെയ്തു. പിന്നെ ഇപ്പോൾ നമ്മുടെ ക്ലാഡിംഗ് ടൈലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ക്ലാഡിംഗ് നമ്മൾ പറഞ്ഞ് പിന്നെ അത് അവർ പർച്ചേസ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അവരുടെ സൈഡിൽ നിന്ന് നല്ലൊരു ലാമിറ്റിന്റെ ടൈല് നമ്മൾ എഗെയിൻസ്റ്റ് ഓർഡർ ആണ് സാധാരണ എടുക്കാറ്. നമ്മൾ ഡിസ്പ്ലേ വെച്ച് എഗെയിൻസ്റ്റ് ഓർഡർ ആണ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് സാർ ഉണ്ടായിരുന്നില്ല, നമുക്ക് ജയപ്രകാശ് സാർ ഉണ്ടായിരുന്നില്ല. സാറിൻ്റെ കുടുംബമാണ് ഉണ്ടായിരുന്നത്. നമ്മളിവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സാറിൻ്റെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ജയപ്രകാശ് സാർ ഇവിടെ വന്നതാണ്. താങ്ക് യു സർ, താങ്ക്സ് ഫോർ കമ്മിങ്. ഞങ്ങളിങ്ങനെ വന്നപ്പോൾ സാറിൻ്റെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് സാർ വന്നതിൽ താങ്ക്സ്. ഞാൻ ഓൾറെഡി സാറിൻ്റെ ബ്രദറിൻ്റെ വീട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വീടും നമ്മുടെ അടുത്ത് നിന്നാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. നമ്മൾ ഫാമിലിയോടെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാന്ന് പറയുന്ന വലിയ സംഭവമാണ്. ഞങ്ങൾ ഈ വീട് കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സാറിൻ്റെ ഒരു സ്വപ്ന ഭവനത്തിൻ്റെ ഒരു വീടിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം, ഒരു ചാർജാർത്ഥ്യമുണ്ട്. സാറിൻ്റെ പിന്നെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിൽ സന്തോഷം. താങ്ക് യു വെരി മച്ച്.